ഇനി നമ്മുടെ ഈ മസ്അല ഉഅ്ദുറു ബിൽ ജഹൽ എന്ന് പറയുന്ന ഈ മസ്അല, ഈ ഒരു മസ്അല അഥവാ ഒരു വ്യക്തിക്ക് തൗഹീദിന്റെ വിഷയത്തിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുകയാണെങ്കിൽ ധാരാളം കാരണങ്ങളാൽ, ഒന്നുകിൽ അറിവില്ലായ്മയാകാം, അല്ലെങ്കിൽ നിർബന്ധിത സാഹചര്യങ്ങളാകാം, ഇങ്ങനെ ധാരാളം കാരണങ്ങളുണ്ട്. അതിൽ ഒരു വ്യക്തിക്ക് അറിവില്ലായ്മ കാരണത്താൽ തൗഹീദിൽ എന്തെങ്കിലും പിഴവ് സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വിഷയത്തിൽ എടുക്കേണ്ട നിലപാട് എന്താണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഉഅ്ദുറു ബിൽ ജഹലിന്റെ മസ്അല പറയുമ്പോൾ ആ വിഷയത്തെ എങ്ങനെ സമീപിച്ചു എന്ന് നാം തിരിച്ചറിയണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ചിലർ വന്നിട്ട് നിങ്ങളോട് ഈ മസ്അലയിൽ ഇങ്ങനെ നമ്മൾ പെരുമാറണം, ഇങ്ങനെയാണ് ഈ മസ്അലയെ സമീപിക്കേണ്ടത്, ഈ വിഷയത്തിൽ ഇതാണ് നിലപാട് എന്ന് പറയുമ്പോൾ നാം നോക്കേണ്ടത് ആരിലേക്കാണ്? ആദ്യ കാലഘട്ടം മുതൽ സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും അയിമ്മത്തിന്റെയും പിന്നീട് വന്ന ഇമാമുമാരുടെയും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇവരൊക്കെ ഒരു വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു, അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പഠിക്കേണ്ടത്. അപ്പൊ നമ്മള് തേനൊക്കെ തുറന്നോളി, നമ്മളെ നെയ്യത്ത് വെക്കാൻ കേട്ടോ. അതേപോലെ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും? ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഗുരുവായൂരപ്പന് എവിടെ ഇവിടെ ഉണ്ടോ? അവരോട് നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരിമാരോട് നമ്മൾ തേനിൽ ഊതുമ്പോ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ. നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ. അടുത്തിരിക്കുന്ന നമ്മളെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ. ചീരിന് കൊടുക്കുമ്പോ സലാത്തുൽ ഫാത്തിഹ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് കൊള്ളാവും. വെറുതെ വന്നതില്ലാതെ ചീരിന് പറയുന്നത് സലാത്തുൽ ഫാത്തിഹ തട്ടിപ്പറിച്ച അപ്പൊ സലാത്തുൽ ഇപ്പൊ നോക്കാം. നിങ്ങൾ ഒരു മനസ്സിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഈ 10,000-കണക്കിന് ആൾ ഒരുമിച്ച് ഒരാളെ ഡബ്ബർ ഫുള്ളാ. കല്യാണൊക്കെ എന്താവുന്നു ഇതൊന്നും മദ്യം തോന്നുന്നില്ല. ജലീൽ ഫൈസി പറഞ്ഞ പോലെ രാവിലെ 7 മണിക്ക് തന്നെ ഇൻഷാ അല്ലാഹ് ജനസാഗരായിരിക്കും. 9 മണിക്ക് നിക്കാഹ് തുടങ്ങും കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് തേന് തുടങ്ങില്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കാൻ പോവാണ്. ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടല്ലേ. അല്ലാഹു വന്നത് അല്ലാഹു വെറുതെയാക്കാതിരിക്കട്ടെ. നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ നിങ്ങൾ അതിന് വ്യക്തമായിട്ട് പറയാത്തോണ്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ തന്നെ ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആള് ഞാൻ അയാൾ മുസ്ലിമായി കണ്ടാല് ഞാന് തൗഹീദിന്ന് പുറത്തു പോകില്ല. മസലയിൽ ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞല്ലോ. ഞാൻ അങ്ങനത്തെ മസലയിൽ സംസാരിക്കാനായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോ നിങ്ങളോട് ഈ പറഞ്ഞ വിഷയങ്ങള് ഉലമാക്കൾ ഉദറിനെ ആവർത്തിച്ചു പറഞ്ഞതുപോലെ ഉദർ നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന മസല എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഭാഗമല്ല. ഇപ്പൊ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ ഹുക്കും എന്താണ്? നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിക്കാൻ വേണ്ടി പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം, അവരോട് ചോദിക്കാൻ വേണ്ടി പറയാം. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു തരുമല്ലോ എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ചില ആളുകൾ ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ട് ഇബ്നു തൈമിയ്യ അവരെ കാഫിറാക്കിയിട്ടില്ല. അപ്പൊ അത് പണ്ഡിതന്മാർ വിശദീകരിക്കും, പണ്ഡിതന്മാർ പറഞ്ഞുതരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നലെ 26/10/2025 ഞായറാഴ്ച ഇന്നലെ നൂറെ ഹബീബിന്റെ ഒരു മജ്ലിസ് നടന്നു. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത മജ്ലിസാണ്. ആ മജ്ലിസിന്റെ ഇടയില് ഒരു ചെറിയൊരു വാക്കുപിഴവുണ്ടായി. ഇത് പണ്ഡിതന്മാരൊക്കെ തിരുത്തി തന്നു, ഞാൻ തിരുത്തിയിട്ടുണ്ട്. പക്ഷെ സദസ്സിൽ വെച്ചെനിക്ക് തിരുത്താൻ പറ്റൂല. അത് നമ്മുടെ സമുദായത്തിൽ തന്നെ അത് ഒരു കേട് വരും. കാരണം ഒരുപാട് ഇന്നലെ ഞാൻ മജ്ലിസ് നടക്കുമ്പോ സലാത്തുൽ ഫാത്തിഹയുടെ മജ്ലിസ്, അപ്പൊ 101 സലാത്തുൽ ഫാത്തിഹ ചെല്ലുമ്പോ ആ സലാത്തുൽ ഫാത്തിഹയിൽ എന്ത് ചെയ്യും? എല്ലാവരും മന്ത്രിക്കും. അപ്പൊ ഒരുപാട് ഹൈന്ദവ കുടുംബങ്ങളും സഹോദരന്മാരൊക്കെ മജ്ലിസിൽ വരാറുണ്ട്. ഇന്നലെ എന്റെ മുമ്പ് തന്നെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ആളുകൾ ഇതിൽ ഊതുമ്പോ അവരിനിപ്പോ ഇതെന്താന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാനെന്താ പറഞ്ഞത്, നിങ്ങളെ ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് അതിൽ ഊതണമെന്ന് ഞാൻ പറഞ്ഞു. അത് തെറ്റാന്നുള്ളത് എനിക്ക് ഉസ്താദുമാർ അവിടെ ഇരിക്കുന്ന പണ്ട് അപ്പൊ തന്നെ ശരിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ച് തിരുത്തുമ്പോൾ നമ്മുടെ സമുദായത്തിന് കേടല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരുത്താതിരുന്നത്. അതൊരു എനിക്ക് ചെറിയ വാക്കുപ്പഴ തന്നെയാണത്. ഇന്നിപ്പോ വിവാദങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പടച്ച റബ്ബ് നാക്കിന് പഴവ് തന്നതല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് പിന്നെ തെറ്റാന്ന് പിന്നെ അത് പറഞ്ഞു. അത് ഇൻഷാ അല്ലാഹ് അതിന് ഞാൻ എന്തുണ്ട് പിന്നെ തിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞങ്ങളെ കുട്ടിയല്ലേ ഞാൻ ഇപ്പൊ ഇഷ്ടപ്പെടി. പക്ഷെ നമുക്ക് നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാനോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങൾക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ അതിനെ കുറിച്ച് വിവാദം കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതും വേണ്ട.
ഇന്നോ ഇങ്ങോട്ട് കുറ്റിയല്ലേ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നല്ല നിലക്ക് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകും. നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരുത്തുമല്ലോ, നമുക്കതല്ലേ വേണ്ട, നമുക്ക് അറിവൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഇതില് ഒരു കാര്യം, ഇത് ഞാൻ നാളെ ദർസ് കഴിഞ്ഞിട്ട് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. പക്ഷെ ചില ആൾക്കാരെ പ്രതികരണം കണ്ടപ്പോൾ ഇപ്പൊ തന്നെ പറയണം എന്നുള്ളതുകൊണ്ട് പറയാണ്. ഇപ്പൊ ഇവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാകട്ടെ, കുല്ലിയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാകട്ടെ, അവരുടെയൊക്കെ നിലപാട് ഒറ്റ നിലപാടാണ്. ഇപ്പൊ നാളെ നമ്മള് ആശിഖ് ഉസ്താദ് വിശദീകരിക്കുന്ന ആ നിലപാടിലാണ് ഇവിടുത്തെ എല്ലാ ഉസ്താദുമാരും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.